നമുക്കറിയാം 2 ദിവസങ്ങൾക്ക് മുമ്പ് ഇ.കെ. വിഭാഗം സമസ്തയുടെ 100-ാം വാർഷിക സമ്മേളനം കാസർഗോഡ് കുനിയയിൽ അതിശക്തമായി വളരെ ഗംഭീരമായി നടക്കുകയുണ്ടായി. എന്നാൽ ആ സമ്മേളനത്തിൽ പ്രധാനപ്പെട്ട് പിന്നീട് ചർച്ചയുണ്ടായ ഒരു വാക്കാണ് ജിഫ്രി തങ്ങളുടെ പ്രസംഗത്തിന്റെ നടുവിലെ വിട്ടുപോയ സുന്നികളൊക്കെയും മാതൃസംഘടനയിലേക്ക് മടങ്ങി വരണമെന്ന്. നിങ്ങൾ ഗർ വാപ്പസി എന്നൊക്കെ കേട്ടിട്ടില്ലേ എന്നതുപോലെ എല്ലാ സുന്നി സംഘടനകളും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് വിട്ടുപോയ മുഴുവൻ സുന്നി സംഘടനകളും മാതൃസംഘടനയിലേക്ക് മടങ്ങി വരണം എന്ന ഒരു സമസ്തയുടെ മുശാവറ തീരുമാനിച്ച ഒരു പ്രമേയം കൂടിയാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ. അതിനുശേഷം നമുക്കറിയാം കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും ഈ വിഷയം ചർച്ച ചെയ്യുകയും സുന്നി ഐക്യത്തിന് പച്ചക്കൊടി കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ ഗംഭീരമായ ചർച്ച നടത്തുകയും വാർത്തകൾ നൽകുകയും അതിനുശേഷം കാന്തപുരം ഉസ്താദിനോടും എ.പി. വിഭാഗം നേതാക്കന്മാരോടും ഇപ്പോൾ പത്രമാധ്യമങ്ങൾ ചോദിക്കുന്നത് സുന്നി ഐക്യത്തിന് ഒരു പച്ചക്കൊടി ജിഫ്രി തങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടെന്നും, എന്നാൽ എന്താണ് ഇതിനെ ഈ ഒരു വാക്കിനെ എത്തരത്തിലാണ് നിങ്ങൾ കാണുന്നതെന്നുമാണ് കാന്തപുരം ഉസ്താദിനോട് പത്രക്കാർ ചോദിക്കുന്നത്. അപ്പോൾ ഉസ്താദ് പറയുന്നത്, ഈ വിഷയത്തിൽ ഞങ്ങൾ 14-ാം തീയതി, അതായത് ഇന്ന് കോട്ടക്കലിൽ നടക്കുന്ന പരിപാടിയിൽ ഞങ്ങൾ അതിന് മറുപടി പറയുമെന്നാണ് 2 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പത്രക്കാരുടെ ചോദ്യത്തിന് മറുപടി പറയുന്നത്. അങ്ങനെ അതിനുശേഷം റിപ്പോർട്ടർ ചാനൽ പോലെയുള്ള കേരളത്തിലെ മീഡിയ വൺ പോലെയുള്ള എല്ലാ ചാനലുകളും ഇപ്പോൾ വളരെ കൃത്യമായി വാർത്ത നിരന്തരമായി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സുന്നി ഐക്യം സംഭവിക്കാൻ പോകുന്നു. അതായത് എ.പി. വിഭാഗം ഇതാ 14-ാം തീയതി കോട്ടക്കലിൽ നിന്ന് സുന്നി ഐക്യത്തിലേക്കുള്ള ഒരു വലിയ പ്രഖ്യാപനം, സംഘടനാ ഐക്യത്തിലേക്കുള്ള ഒരു വലിയ പ്രഖ്യാപനം നടത്താൻ പോകുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം വാർത്തകൾ നൽകുകയാണ്. നമുക്കറിയാം സുന്നി ഐക്യത്തിന് കാന്തപുരം ഉസ്താദിന്റെ വിഭാഗം വളരെ മുമ്പ് തന്നെ അതിന് പച്ചക്കൊടി കാണിച്ചിട്ടുള്ളതാണ്. ഇ.കെ. ഉസ്താദ് വഫാത്താകുന്നതിന് മുമ്പ് കാന്തപുരവുമായി നിങ്ങൾ യോജിക്കണമെന്ന ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു എന്ന് മുസ്ലിം ലീഗിന്റെയും അതുപോലെ തന്നെ ഇ.കെ. വിഭാഗത്തിന്റെയും പല നേതാക്കന്മാരും അത്തരത്തിൽ പറയുകയും ആ ഒരു സംഭവം എ.പി. ഉസ്താദിന് അറിയാവുന്നത് കൊണ്ട് തന്നെ തീർച്ചയായും സുന്നി ഐക്യത്തിന് എ.പി. ഉസ്താദ് വളരെ മുമ്പ് തന്നെ പച്ചക്കൊടി കാട്ടിയിട്ടുള്ളതും അത് അനിവാര്യമാണ്, ആവശ്യമാണെന്ന് പറഞ്ഞിട്ടുള്ളതുമാണ്. എന്നാൽ ഈ അടുത്ത കാലത്ത് അതിനൊരു കമ്മിറ്റി രൂപീകരിക്കുകയും സുന്നി ഐക്യത്തിന്റെ ചർച്ചകൾ മുന്നോട്ട് പോകുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ പത്രമാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത്, അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നാളെ കോട്ടക്കലിൽ സംഘടനാ ലയനമുണ്ടാവുമെന്നും എ.പി. വിഭാഗത്തിന്റെ സമസ്തയും ഇ.കെ. വിഭാഗത്തിന്റെ സമസ്തയും ഒന്നാവാൻ പോകുന്നു എന്ന മട്ടിലൊക്കെയുള്ള വളരെ വിപുലമായ ചർച്ചകളാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ഒരു വിഷയം, ഇത് സുന്നികൾ തമ്മിലുള്ള ഐക്യം എത്തരത്തിലാണ്? പത്രമാധ്യമങ്ങൾ ഇപ്പോൾ പറയുന്നത് പോലെയാണോ? എന്താണ് കാന്തപുരം ഉസ്താദ് വളരെ മുമ്പ് തന്നെ പറയുന്ന സുന്നി ഐക്യം? അത് സംഘടനാ ലയനമാണോ, അല്ലെങ്കിൽ വെറും സുന്നികൾ തമ്മിലുള്ള ഐക്യമാണോ? എത്തരത്തിലാണത് എന്ന് വളരെ മുമ്പ് തന്നെ കാന്തപുരം ഉസ്താദ് പറഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ്. കാന്തപുരം ഉസ്താദ് കാലം കഴിയും തോറും നിലപാട് മാറ്റുന്ന ഒരു നേതാവല്ല എന്ന് കേരളത്തിലെ സുന്നികൾക്കും കേരളത്തിലെ മുസ്ലിമീങ്ങൾക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് വളരെ മുമ്പ് ഈ ഒരു വിഷയത്തിൽ ഉസ്താദ് പറഞ്ഞ നിലപാട് നമുക്കൊന്ന് കേൾക്കാം. സുന്നി ഐക്യം എന്ന് പറയുമ്പോൾ ലയനമാണോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരിക്കലും അല്ല, ലയനം അല്ല. ലയനം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു വിഭാഗം പ്രവർത്തിക്കുന്ന പ്രവർത്തനം മാത്രം നിലനിർത്തുകയും മറുവിഭാഗത്തിൻ്റെത് ഇല്ലാതാക്കുകയും ചെയ്യുന്ന പ്രവണതയാണ് ലയനത്തിലൂടെ വരുന്നത്. ഐക്യം എന്ന് പറയുന്നത് സംഘടനാ ലയനം അല്ല. സംഘടനാ ലയനം അല്ല. സംഘടന ഇവിടെ എത്രയുണ്ട്? ആ സംഘടനകൾ സംഘടനയായി നിലനിർത്തിക്കൊണ്ട് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെതിരായി വരുന്ന മുഴുവൻ കക്ഷികളെയും ഒറ്റക്കെട്ടായി നിയമവിധേയമായി നേരിടാൻ, പേനകൾ കൊണ്ട് നേരിടാൻ
പ്രസംഗം കൊണ്ട് നേരിടാൻ, സമ്മേളനങ്ങളെ കൊണ്ട് നേരിടാൻ ഐക്യപ്പെടുക. അതാണ് സുന്നി ഐക്യം. അപ്പൊ അതാണ് കാന്തപുരം ഉസ്താദ് ഇവിടെ പറയുന്നത് വളരെ കൃത്യമാണ്. അതായത് ഒരു സംഘടനാ ലയനമല്ല, പിന്നെ എന്ത് ലയനമാണ്? സംഘടനകൾ നിങ്ങൾക്കുമുണ്ട്, ഞങ്ങൾക്കുമുണ്ട്. ഇരുവിഭാഗവും സംഘടിച്ചുകൊണ്ട് ഇവിടെ പ്രവർത്തിക്കുന്നത് കൊണ്ട് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ കേരളത്തിലും കേരളത്തിന് പുറത്തും സുന്നി വിഭാഗങ്ങൾക്ക് വളരെ വലിയ വിദ്യാഭ്യാസ വിപ്ലവങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. പലപ്പോഴും ഞാൻ തന്നെ പറയാറുണ്ട്, 89-ൽ ഈ ദൗർഭാഗ്യകരമായി സുന്നികൾക്കിടയിൽ ഒരു പിളർപ്പുണ്ടായി എന്ന്. എന്നാൽ ഈ കേരളത്തിലെ ഇരുവിഭാഗം സുന്നികളുടെയും പിളർപ്പ് നമ്മൾ വേറെ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ ഭാഗ്യവശാൽ ഉണ്ടായ ഒരു പിളർപ്പാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താണ്? കേരളത്തിലെ സുന്നികൾക്ക് ഇപ്പോൾ AP വിഭാഗത്തിന് തന്നെ കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള സമസ്തയിലെ ആ ഒരു വിഭാഗത്തിന് തന്നെ നോളജ് സിറ്റി പോലെയുള്ള, മർക്കസ് നോളജ് സിറ്റി പോലെയുള്ള വിദ്യാഭ്യാസ വിപ്ലവങ്ങൾ ഇവിടെ കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോൾ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിലുള്ള സമസ്തയും ഏതോ ഒരു സിറ്റിയും മറ്റുമൊക്കെ ഉണ്ടാക്കാൻ പോകുന്നു എന്ന വാർത്ത തന്നെയാണ് ഈ സമ്മേളനത്തിനൊടുവിൽ നമ്മൾ കേട്ടിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം കുനിയിൽ നടന്ന സമ്മേളനത്തിൽ കേട്ടിട്ടുള്ളത്. അതുപോലെ കേരളത്തിലുടനീളം അവർക്കും മദ്രസകളും അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നടന്നു വരുന്നു. AP വിഭാഗത്തിനും ഇതുപോലെ തന്നെ കേരളത്തിലുടനീളം പള്ളികളും മദ്രസകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നടന്നു വരുന്നു. സിറാജുൽ ഹുദ പോലെയുള്ള, മർക്കസ് പോലെയുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ, മഅ്ദിൻ പോലെയുള്ള വലിയ വലിയ വിപ്ലവകരമായ സ്ഥാപനങ്ങൾ അവരുടെ നേതൃത്വത്തിലും നടന്നു വരുന്നു. ഇത് സുന്നികൾ ഈ രണ്ട് സംഘടനകളായി പ്രവർത്തിച്ചത് കൊണ്ടാണ്. ഉത്തരേന്ത്യയിൽ പോലും അവർക്ക് വളരെ വലിയ വിദ്യാഭ്യാസ, കാശ്മീരിൽ പോലും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഉണ്ട് എന്ന് നമുക്കറിയാവുന്ന വിഷയമാണ്. ഇതെന്തുകൊണ്ട് നടന്നു? അതാണ് രണ്ട് സംഘടനകളായി പ്രവർത്തിച്ചത് കൊണ്ട്. ചിലരൊക്കെ ചിലപ്പോഴൊക്കെ പറയും, ഒരു സംഘടന കൂടി സുന്നികൾക്കിടയിൽ വരുന്നതിൽ കുഴപ്പമില്ല, കാരണം ഇവർക്ക് രണ്ടുപേർക്കും എത്താനാവാത്ത സ്ഥലങ്ങളിൽ അവർക്ക് പ്രവർത്തിക്കാമല്ലോ എന്ന്. അപ്പൊ അത്തരത്തിൽ കാന്തപുരം ഉസ്താദ് വളരെ കൃത്യമായി പറയുന്നത് സംഘടനകൾ ലയിക്കുക എന്നതല്ല സുന്നി ഐക്യം എന്ന് പറയുന്നത്. പിന്നെ എന്താണ് സുന്നി ഐക്യം? സമസ്ത ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് പുത്തൻവാദികളെ എതിർക്കുവാൻ വേണ്ടിയാണ്. അപ്പൊ അത്തരത്തിൽ പുത്തൻവാദികൾ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയക്കാരല്ലാത്ത മുഴുവൻ പുത്തൻവാദികളെയും എതിർക്കുവാൻ വേണ്ടി, അവരെ നേരിടുവാൻ വേണ്ടി മനസ്സുകൊണ്ടും പ്രവർത്തനം കൊണ്ടും ഐക്യപ്പെടുക എന്നുള്ളതാണ് സുന്നി ഐക്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് മഹല്ലുകളിലും വീടുകളിലും നാട്ടിലും സുന്നികൾ തമ്മിലടിക്കാതെ സുന്നികൾ യോജിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും സുന്നികൾ തമ്മിൽ കലഹങ്ങളും പ്രശ്നങ്ങളുമില്ലാതെ പോവുകയും ആ ഒരു സമീപനം കൊണ്ട് തന്നെ പേന കൊണ്ടും പ്രസംഗം കൊണ്ടും ഒന്നായി സമ്മേളനങ്ങൾ നടത്തിയും വാദപ്രതിവാദങ്ങൾ നടത്തിയും സുന്നീതര മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി പ്രസ്ഥാനങ്ങളെ ഒറ്റക്കെട്ടായി നേരിടുകയും ചെയ്യുക എന്നുള്ളതാണ് സുന്നി ഐക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ സംഘടനാ ലയനമല്ല എന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കാന്തപുരം ഉസ്താദ് പറഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പോ വാർത്താമാധ്യമങ്ങളിൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നു വരുന്നത് ഇതാ സംഘടനയെ ലയിപ്പിക്കാൻ പോകുന്നു, ഇരു സമസ്തകളും ലയിക്കാൻ പോകുന്നു എന്ന മട്ടിലുള്ള വളരെ വിപുലമായ വാർത്തകളാണ്. എന്നാൽ ഇന്ന് കോട്ടക്കലിൽ കാന്തപുരം ഉസ്താദ് പ്രഖ്യാപിക്കാൻ പോകുന്നത് മറ്റൊന്നുമായിരിക്കില്ല. ഉസ്താദിന്റെ നിലപാടിന് ഒരിക്കലും മാറ്റം വന്നിട്ടില്ല. ഉസ്താദ് നിലപാടുകളുടെ രാജകുമാരനാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ ഇന്ന് പറയാൻ പോകുന്നതും സുന്നി ഐക്യത്തിന് ഞങ്ങൾ യോജിക്കുന്നു, ഞങ്ങൾ എതിരല്ല, പക്ഷേ അതൊരിക്കലും സംഘടനാ ലയനമായിരിക്കില്ല എന്നുള്ളത് തന്നെയായിരിക്കും. അത് അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്നുള്ളതാണ്. പിന്നെ ആ വാക്കിൽ തന്നെ ചില വിഷയങ്ങളുണ്ട് എന്നുള്ളതാണ്. നമ്മൾ അത്തരത്തിൽ ആയത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അത് ആ ഒരു വിഷയം ചർച്ച ചെയ്യാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നില്ല. ഗർവാപ്പസി എന്നൊക്കെ പറയുമ്പോൾ, വിട്ടുപോയവർ തിരിച്ചു വരിക എന്നൊക്കെ പറയുമ്പോൾ അവരൊരു ഔദ്യോഗിക സമസ്തയായി അവർ ആ ഒരു EK വിഭാഗം സമസ്തയെ കാണുകയും ഇപ്പുറത്തുള്ള സമസ്ത പിന്നീട് ഉണ്ടായതാണെന്നും വിട്ടുപോയവരാണെന്നും ഒക്കെയുള്ള ഒരു വെപ്പ് ഉണ്ടാക്കുന്ന ഒരു സംസാരവും പ്രസംഗവുമാണ് ആ ഒരു പ്രസംഗത്തിലെ ഇത്തരം വാചകങ്ങൾ ഒരുപക്ഷെ കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള സമസ്തക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല.
കാരണം അവരുടെ കൂടെയാണ് സമസ്തയുടെ ആധാറുകളും സമസ്തയുടെ പഴയ സംഘടനകളും പത്രങ്ങളും മറ്റുമൊക്കെയും കാന്തപുരം വിഭാഗത്തിൻ്റെ എന്തിലധികം പതാക പോലും സമസ്തയുടെ പഴയ കാലത്തുള്ള പതാക പോലും ഇന്നും കാന്തപുരം വിഭാഗത്തിൻ്റെ കൂടെയാണുള്ളത്. ഇപ്പുറത്തുള്ള സമസ്തയിലെ SKSSF-ഉം SYS-ഉം അങ്ങനെ തുടങ്ങി പത്രമാധ്യമങ്ങളും മറ്റുമൊക്കെയും പിന്നീടുണ്ടാക്കിയിട്ടുള്ള സംഘടനകളാണ് എന്നിരിക്കെ ആ വാചകത്തിൽ തന്നെ ഒരു പൊരുത്തക്കേട് ഉണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമായി കാണാവുന്നതാണ്. ഇതിനൊക്കെ ഇടക്ക് സുന്നികൾ ഇപ്പോൾ മാനസികമായി ഐക്യപ്പെട്ടിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി പണ്ഡിതന്മാർക്കിടയിലും അതുപോലെ സമുദായത്തിനിടയിലും കുറച്ചുകൂടി ബാക്കിയുള്ള ഐക്യം കൂടി ഉടൻ തന്നെ നിലവിൽ വരുമെന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് അത്തരത്തിൽ തന്നെ പ്രത്യാശിച്ചുകൊണ്ട് തൽക്കാലം വിട. നമുക്ക് വീണ്ടും കാണാം.